ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓട്സ് ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്സ് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ എന്താ നമ്മുടെ ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ ഓട്സ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. പാത്രം ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. അപ്പോൾ അതാ നമ്മുടെ പാത്രം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. ഇത് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഫ്രൈ ചെയ്താൽ മതി. തീ കൂട്ടി കൊടുക്കരുത്, നമ്മുടെ ഓട്സ് കരിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മൾ ചെറിയ രീതിയിൽ ഇളക്കി കൊടുത്തു. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കരുത്. പാത്രത്തിന്റെ ചൂടുകൊണ്ട് നമ്മുടെ ഓട്സ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ഓട്സ് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കണം. അത് ചെയ്യാം. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടുതൽ തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ 1-2 വറ്റൽമുളക്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. ഞാനിവിടെ ഒരു 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാഷ്യൂ നട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാഷ്യൂ നട്ടും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസും 1/4 കപ്പ് വീതം മതി. എല്ലാം കൂടി നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നോട്ടെ. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഉപ്പുമാവിന് ചെറുതായിട്ടൊരു മഞ്ഞ കളർ വേണമെങ്കിൽ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തെന്ന് ഓർത്ത് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. കളറിന് വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 നുള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓട്സ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 1 കപ്പ് ഓട്സ് അല്ലേ എടുത്തത്. 1 കപ്പ് ഓട്സിന് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം. അപ്പോൾ 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ഓട്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ വെജിറ്റബിൾസിന് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ,
അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ അതാ ഓട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഓട്സൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. അടച്ചു വെച്ച് കൊടുക്കുവാണേ. ഇപ്പം തീ കുറച്ചാണ് വെച്ചേക്കണത്. ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം അതാ ഒരു 3 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ ഓട്സിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കുഴഞ്ഞ പോലെയല്ലേ ഇരിക്കണത്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അത് ഒരു 2-3 മിനിറ്റ് കൂടി നമ്മൾ ഇളക്കി കൊടുത്തു. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.